കൊല്ലങ്കോട് ഭാരതത്തിലെ സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നാണത്രേ കൊല്ലങ്കോട്. കേരളത്തിൽ എവിടെ യാഗം നടന്നാലും സോമലത നൽകാനുള്ള അവകാശം വേങ്ങനാട് എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമി വാണിരുന്ന രാജവംശത്തിനാണത്രേ. ആ ശ്രേഷ്ഠമായ കർമ്മം നിർവഹിക്കുന്നതാകട്ടെ ഗ്രാമനാഥനായ തിരു കാച്ചാംകുറിച്ചി പെരുമാൾ ക്ഷേത്ര സന്നിധിയിൽ നിന്നുമാണ്. ഗോവിന്ദമലയിലിരുന്ന് തപസ്സനുഷ്ഠിച്ചിരുന്ന കശ്യപമുനിയുടെ പാദസ്പർശം കൊണ്ട് പുണ്യം സിദ്ധിച്ച തിരു കാച്ചാംകുറിച്ചി ക്ഷേത്രം. വശ്യമായ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാര മധ്യത്തിലായിട്ടാണ് ഗ്രാമത്തിന്റെ പുണ്യമായ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ഡിത ശ്രേഷ്ഠനായ സാഹിത്യകേസരി പണ്ഡിറ്റ് ഗോപാലൻ നായർ കൊല്ലങ്കോടിൻ്റെ നിസ്തുല സംഭാവനയാണ്. നിത്യകന്യകയായ പ്രകൃതിയെ എന്നും ഉപാസിച്ച ഭക്തകവി ശ്രീ പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതയാത്രയിൽ കൊല്ലങ്കോടും ഭാഗമായി. കൊല്ലങ്കോടിന് ശാലീനവശ്യത പകരുന്നതിൽ പ്രകൃതിയുടെ പങ്ക് വർണ്ണനകൾക്കും അപ്പുറത്താണ്. ഇളങ്കാറ്റിനോട് കിന്നാരം പറയുന്ന നെൽവയലുകളും നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും ഊർന്നിറങ്ങി വരുന്ന ജലധാരകളും തലമുടിയഴിച്ചിട്ട് നിരയായി നിൽക്കുന്ന കരിമ്പന കൂട്ടങ്ങളും വെയിൽ ചൂടിലമരുന്ന പാറക്കൂട്ടങ്ങളും അവയ്ക്ക് സമീപമുള്ള നെൽക്കളങ്ങളും നിഷ്കളങ്കരായ ജനങ്ങളും കൊല്ലങ്കോടിൻ്റെ ശാലീനതയ്ക്ക് മാറ്റുകൂട്ടുന്നു. കേരളത്തിൽ യാത്രാ ടിക്കറ്റിനേക്കാൾ വരുമാനം പ്ലാറ്റ്ഫോം ടിക്കറ്റിന് ലഭിക്കുന്ന ഏക സ്റ്റേഷൻ കൊല്ലങ്കോടിനടുത്തുള്ള മുതലമട സ്റ്റേഷനിൽ നിന്നാണെന്ന് നിസ്സംശയം പറയാം. കൊല്ലങ്കോട് പയ്യലൂർ ഗ്രാമത്തിലാണ് എൻ്റെ സഹോദരൻ താമസിക്കുന്നത്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം നുകരാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ തിരു കാച്ചാംകുറിച്ചി ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കുകൊള്ളാനും രാത്രി വൈകുവോളം തുടർന്ന PSV നാട്യസംഘത്തിൻ്റെ കഥകളി ആസ്വദിക്കാനും സാധിച്ചു. ജലശേഖരങ്ങൾ നിറഞ്ഞ പാടസമൃദ്ധിയിലൂടെ ഞങ്ങളുടെ യാത്ര ഗോവിന്ദാപുരം ബസ്സിലായിരുന്നു. ആദ്യം ആലത്തൂരും തുടർന്ന് നെന്മാറയും പിന്നിട്ട് കൊല്ലങ്കോട് പയ്യലൂർ മുക്കിൽ ആ യാത്ര അവസാനിച്ചു. പയ്യലൂർ ഗ്രാമത്തിന്റെ ഗ്രാമനാഥൻ ശ്രീകൃഷ്ണനാണ്. കൊല്ലങ്കോടിന്റെ മഴക്കാല സൗന്ദര്യം ആസ്വദിക്കാൻ വീണ്ടും വരാം എന്ന് യാത്ര പറഞ്ഞിട്ടാണ് ഉത്സവം കഴിഞ്ഞ് മടങ്ങിയത്. കൊല്ലങ്കോടിന്റെ മഴക്കാല കാഴ്ചകൾ ആസ്വദിക്കാൻ പുറപ്പെട്ട ഞങ്ങൾക്ക് സഹയാത്രികയായി യാത്രയിലുടനീളം കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. യാത്ര പുറപ്പെടുന്ന സമയം നല്ല മഴയുണ്ടായിരുന്നെങ്കിലും വഴിയിലുടനീളം സഹയാത്രികയായി മഴയുണ്ടെങ്കിലും അവിടെ ബസ് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മഴ ശല്യമാവില്ല എന്ന് കരുതി. പക്ഷേ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴ തന്നെയായിരുന്നു കൊല്ലങ്കോട് ബസ് ഇറങ്ങുമ്പോഴും. എന്തായാലും കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയതല്ലേ, എന്നാൽ അത് സാധിച്ചിട്ട് തന്നെ മടങ്ങാം എന്ന് കരുതി സഹോദരൻ്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ഓട്ടോ ടാക്സിയിൽ ഞങ്ങൾ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്കാണ് പോയത്. കോരിച്ചൊരിയുന്ന മഴയും
മോശമായ റോഡിൻ്റെ സ്ഥിതിയും ഞങ്ങളെ യാത്രയിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. കാച്ചാംകുറിച്ചി ക്ഷേത്രവും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന നെൽവയലുകളും തെങ്ങും തോപ്പുകളും മാവും തോപ്പുകളും പിന്നിട്ട് ഞങ്ങളുടെ ശകടം വെള്ളരിമേട്ടിലേക്ക്. അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് അമളി പറ്റിയതായിട്ട് തിരിച്ചറിഞ്ഞത്. കാരണം എന്താണെന്നല്ലേ? ചീറിയടിക്കുന്ന കാറ്റിൽ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കുടകൾ പറന്നു പോകാൻ തുടങ്ങി. കാറ്റിനെ പ്രതിരോധിക്കാൻ കുടയ്ക്ക് പകരം റെയിൻകോട്ട് കരുതേണ്ടിയിരുന്നു. ഏറ്റവും നിരാശാജനകമായത് ഞങ്ങൾക്ക് കോട വന്ന് മൂടിയത് കാരണം യാതൊന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നെല്ലിയാമ്പതി മലനിരകൾ, അങ്ങനെ ഒരു മലനിര അവിടെ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നിയിരുന്നു. അത്രമാത്രം കോട കൊണ്ട് നിറഞ്ഞിരുന്നിരുന്നു. ഞായറാഴ്ച ആയതിനാലും മഴക്കാലമായതിനാലും നെല്ലിയാമ്പതി മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ധാരാളം ആൾക്കാർ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിരാശരാകാതെ തൊട്ടടുത്ത് തന്നെയുള്ള കാട്ടുചോല ഒഴുകുന്ന പ്രദേശത്തേക്ക് നടന്നു. കാട്ടുചോല നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നുള്ള മണ്ണും ചെളിയും കൂടിക്കലർന്ന് കുത്തിയൊലിച്ച് വരുന്ന കാഴ്ച ഭീതി ജനിപ്പിക്കുന്നതായിരുന്നു. ഈ നീർച്ചാൽ മുറിച്ചു കടന്ന് വനത്തിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ ഉറവിട സ്ഥലത്തെത്താം. പക്ഷേ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് അതിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. ഓരോ മഴക്കാലങ്ങളിലും ഓരോ അപകട മരണങ്ങൾ സംഭവിക്കാറുള്ള സ്ഥലമാണത്രേ. കുറച്ചു നേരം വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടു നിന്ന ഞങ്ങൾ പാറമുകളിലുള്ള ചെറിയ ടീ ഷോപ്പിലേക്ക് നടന്നു. പനയോല മേഞ്ഞിട്ടുള്ള ടീ ഷോപ്പിൽ തിരക്കുണ്ടായിരുന്നെങ്കിലും ആളുകൾ കുറേശ്ശെയായിട്ട് ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു. കോടയൊഴിഞ്ഞിട്ട് മലമുകളിലെ വെള്ളച്ചാട്ട ദൃശ്യങ്ങൾ ആസ്വദിക്കാം എന്ന് കരുതി ആ ചെറിയ ടീ ഷോപ്പിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ മുളയുടെ ബെഞ്ചിലിരുന്നു. കടയുടമ ചൂടുള്ള പരിപ്പുവടയും മുളക് ബജ്ജിയും ഉണ്ടാക്കിത്തന്ന് ഞങ്ങളെ സൽക്കരിച്ചു. കോരിച്ചൊരിയുന്ന മഴ കുറയാത്തതിനാലാവാം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ പകുതിയും പോയി കഴിഞ്ഞു. കോട അല്പാൽപമായി മാറിയെങ്കിലും മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. കൊല്ലങ്കോടിന്റെ സൗന്ദര്യത്തിന് മഴ ഒരു പ്രധാന കാരണം ആണെങ്കിൽ പോലും ഇത്രയധികം മഴ, ശക്തമായ മഴയായത് കാരണം ഞങ്ങൾക്ക് ദൃശ്യഭംഗി വേണ്ടുവോളം ആസ്വദിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. അധികം വൈകാതെ വെള്ളരിമേടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഓണം കഴിഞ്ഞ് വെയിൽ പരക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വരാം
എന്നു പറഞ്ഞുകൊണ്ട്.